everyone, welcome back to Tell Me Story. ഇന്നത്തെ എൻ്റെ വീഡിയോ നോർമലി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന റെബേക്കയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസും ടേബിൾ അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ്. ബെക്കിക്ക് കഴിഞ്ഞ ഏപ്രിൽ 10 ഒരു വയസ്സായത്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ നല്ല പീക്ക്, അതായത് സെക്കൻഡ് വേവ് ഇവിടെ വന്നിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് ഒരു ഫാമിലി പോലും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേഷൻസോ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റേതായ രീതിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫ്രണ്ട്സ് അയക്കണമുള്ളവർക്കൊക്കെ മനസ്സിലാവും, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാവോ, മെയിനായിട്ട് എല്ലാവർക്കും ആ ബലൂൺ ആർച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണണം. ആക്ച്വലി ഈ ബലൂൺ ആർച്ച് ഞാൻ യൂട്യൂബ് നോക്കിയാണ് കണ്ട് ചെയ്തത്. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അതിൻ്റെ കിടപ്പുണ്ട്. എന്നാലും ഞാൻ എങ്ങനെ ചെയ്ത് എങ്ങനെയാണ് ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ലൂക്കാച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബെക്കയുടെ ബർത്ത്ഡേക്ക് ഞാൻ മെർമെയ്ഡ് തീമാണ് എടുത്തത്. മെർമെയ്ഡ് തീം എന്ന് പറയുമ്പോൾ മെയിൻലി വന്നത് അതിൻ്റെ കളേഴ്സാണ്. അത് ഗ്രീനും ബ്ലൂവും പർപ്പിളും ഇതാണ് മെയിൻ കളേഴ്സായിട്ട് ഞാൻ എടുത്തത്. അതിൻ്റെ തന്നെ ഞാൻ പേസ്റ്റൽ ഷെയ്ഡാണ് ബലൂണൊക്കെ ചൂസ് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ എല്ലാ ബർത്ത്ഡേക്ക് ആയാലും വെഡ്ഡിങ്ങിനായാലും ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സാണ് ട്രെൻഡ്. ഡാർക്ക് കളേഴ്സൊന്നും അധികം അങ്ങനെ ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. ബലൂണിനോടൊപ്പം തന്നെ ഞാൻ മാച്ചിങ് ആയിട്ട് ഒരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഫോയിൽ കാർട്ടനും കൂടെ വാങ്ങിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ വാൾ ക്രീം ഷെയ്ഡാണ്, അപ്പോൾ അതൊരു ഭംഗി വരത്തില്ല. അതുകൊണ്ട് ആ ബലൂണിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു കാർട്ടനും കൂടെ വാങ്ങിച്ചു. ലൂക്കാച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗോൾഡും ബ്ലാക്കും സിൽവർ ഈ 3 ഷെയ്ഡ്സിലുള്ള ബലൂൺസാണ് എടുത്തത്. അത് മൂന്നും വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ, ബലൂൺ ആർച്ച് വരുമ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചു ഗോൾഡും ബ്ലാക്കും മാത്രം മതിയെന്ന്, പക്ഷെ 3 കളറും വരുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു ആർച്ച് കിറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് 18 ഇഞ്ചിൻ്റെ ബലൂൺ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്, 12 ഇഞ്ചിൻ്റെ ഉണ്ട്, പിന്നെ 5 ഇഞ്ചിൻ്റെ. 5 ഇഞ്ചിൻ്റെയാണ് ഏറ്റവും സ്മോളായിട്ട് വരുന്ന ബലൂൺസ്. ഈ 18 ഇഞ്ചിൻ്റെ ബലൂൺ എന്ന് പറയുന്നത് 1-2 വലിയ ബലൂണേ കാണുള്ളൂ. അത് മെയിനായിട്ട് ആർച്ചിൻ്റെ ബേസായിട്ട് നമ്മൾ ഏറ്റവും അടിയിൽ ആർച്ചിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല, പിന്നെ ആർച്ചിൻ്റെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വലിയ ബലൂൺ വെക്കുന്നത്. അതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബലൂൺ ആർച്ച് കിറ്റിനോടൊപ്പം തന്നെ നമുക്ക് ബലൂൺ ചെയിൻ കിട്ടും. ബലൂൺ ചെയിൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന കേട്ടോ. അത് റീയൂസബിൾ ആണ്. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വെക്കുന്ന ബലൂൺ ചെയിൻ നമുക്ക് അടുത്ത ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്ത് വെച്ചിരുന്നാൽ മതി. ബലൂൺ നിങ്ങൾ സെപ്പറേറ്റ് മാത്രം വാങ്ങണമെന്നുള്ളൂ. ഈ ആർച്ച് കിറ്റ് എപ്പോഴും വാങ്ങണമെന്നില്ല, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലാക്കും ഗോൾഡും അതുപോലെ തന്നെ സിൽവറും അങ്ങനെ മാറി മാറി ബലൂൺ കയറ്റി വിടാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അടുപ്പിച്ച് ബ്ലാക്ക് വേണം അല്ലെങ്കിൽ അടുപ്പിച്ച് സിൽവർ വേണം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ കയറ്റാം. ഇത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിയർ ബോക്സ് ഉണ്ടായിരുന്നു. ബെക്കയുടെ ബർത്ത്ഡേക്ക് 1 എന്ന് എഴുതിയ 3 ക്ലിയർ ബോക്സ് ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ബോക്സ് ഞാൻ എടുത്തു വെച്ചു. ആ 1 എന്നുള്ള സാധനം മാത്രം ഞാൻ പറിച്ച് കളഞ്ഞു, പിന്നെ അത് ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ. നിങ്ങൾക്ക് ഈ ബോക്സ് കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ഞങ്ങൾ ലൂക്കാച്ചൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്തിരുന്നു. ലൂക്കെന്ന് എഴുതിയ 4 ബോക്സ്, വലിയ ബോക്സ് ഇതുപോലെ എന്നിട്ട് കാർഡ്ബോർഡിൻ്റെ നമ്മൾ ഏത് കളർ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ വെച്ചിട്ട് ആ കളർ പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്തിട്ട് ലെറ്റർ എഴുതി ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്ക് സമയം വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ. എന്നെ സംബന്ധിച്ച് കുട്ടികളെ വെച്ചിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജോലിയും വേറെ കുറേ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും സമയം കിട്ടത്തില്ല. പിന്നെ ഓരോരുത്തരും ഇൻട്രസ്റ്റ് ആണല്ലോ. കുറേ ആൾക്കാർ എത്ര തിരക്ക് വന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സമയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം എടുത്ത് നമ്മളെല്ലാം ഉണ്ടാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് അല്ലെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റിൽ ബർത്ത്ഡേ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ഐഡിയാസ് നമുക്ക് കിട്ടും. ഈവൻ നമ്മുടെ ഭാവന വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ 1-2 വീഡിയോ ചെയ്തപ്പോൾ മനസ്സിലായി നടക്കില്ല എന്ന്. കാരണം പിള്ളേരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെന്തായാലും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. ലൂക്കാച്ചൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അവനും കുറച്ച് റോൾ വേണ്ടേ. എന്നെ സംബന്ധിച്ച് ബലൂൺ ആർച്ച് കെട്ടാനായിട്ട് ഏകദേശം ആദ്യം ചെയ്തപ്പോൾ ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്തു. കാരണം നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ബലൂൺ വീർപ്പിക്കാനായിട്ടും പിന്നെ കെട്ടാനായിട്ടൊക്കെ കുറേ സമയം എടുത്തു. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഈ ആർച്ച് കെട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ സ്പീഡായി. ഞങ്ങൾക്കെന്ന് ഉദ്ദേശിച്ച് ഞാനും ടിവിനും കൂടിയാട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നടക്കില്ല. കാരണം ഒരാൾ ബലൂൺ വീർപ്പിച്ച് തരുവാണെങ്കിൽ അടുത്ത ആൾ ബലൂൺ കെട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ തന്നെ ബലൂൺ വീർപ്പിച്ച് കെട്ടാന്ന് പറയുമ്പോൾ
അത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഈ ആർച്ചിനെന്ന് പറഞ്ഞാൽ ഒരു 120 125 ബലൂണുകളുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്കത് ചെയ്യാനായിട്ട്. ഞങ്ങൾ ആക്ച്വലി എല്ലാ ബലൂണും വീർപ്പിച്ചു, ഫ്ലോറിലിട്ടു. പക്ഷേ എന്നാന്ന് വെച്ചാൽ ആർച്ച് കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ അത്രയും വലിപ്പം മതിയെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ചെയിൻ ഒത്തിരി നീളമുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള ചെയിനെല്ലാം ചുരുട്ടി സെല്ലോ ടേപ്പ് വെച്ചിട്ട് അത് അടച്ചു വെക്കുവാണ്. കാരണം അല്ലെങ്കിൽ ഒത്തിരി വലിയ ആർച്ചാവേ, നമുക്ക് അത്രയും വലിയ ആർച്ച് വേണ്ട. അപ്പം ശരിക്കും അത്രയും ബലൂണിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്നാലും ചുമ്മാ ഫ്ലോറിലങ്ങ് ഇട്ടു. അത് പിള്ളേർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി അത് വീർപ്പിച്ച് പോയായിരുന്നു. ഇപ്പോൾ ഈ ആർച്ചിൽ നമ്മൾ വെച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേ സൈസിലുള്ള ബലൂണാണ് വെച്ചേക്കുന്നത്. മീഡിയം സൈസിലുള്ള ബലൂൺസാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കുഞ്ഞു ബലൂണുകളുണ്ട്. അതിന് ഈ കിറ്റിൻ്റെ ഒപ്പം തന്നെയായിട്ട് സ്റ്റിക്ക് ചെയ്യണ ഒരു സാധനമുണ്ട്, ഗം പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ കുഞ്ഞു ബലൂൺസ് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഗമ്മായാലും നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഇത് കിറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഇതെല്ലാം ഈ പാക്കറ്റിലുണ്ട്. ഈ റോസ് ഗോൾഡ് ബലൂൺ വെച്ചിട്ടുള്ള ആർച്ച് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. റോസ് ഗോൾഡ് ബലൂണും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലിയർ ബലൂണിൻ്റെ ഉള്ളിൽ ഗ്ലിറ്റർ വരത്തില്ലേ, അതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആർച്ച്, അത് നല്ല രസമാണ്. ഗേൾസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ നല്ലതായിരിക്കും. ശരിക്കും ഈ ആർച്ച് കിറ്റിൻ്റെ കൂടെ ഗോൾഡിൻ്റെയും പിന്നെ സിൽവറിൻ്റെയൊക്കെ വേറെ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള ബലൂണില്ലേ, അതും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും വീർപ്പിച്ചത്. പക്ഷേ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഫെഡപ്പായി, ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ ആർച്ച് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും അതും കൂടെ വെക്കുവാണെങ്കിൽ വേറൊരു ലുക്കാണ്. ഞങ്ങളത് വെച്ചില്ല. അത് വെക്കാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സിമ്പിളായിട്ടുള്ളൊരു ആർച്ചാണ്, പക്ഷേ കൊള്ളായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ ഫോയിൽ കർട്ടൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ വാൾപേപ്പർ ഓൾറെഡി ബ്ലാക്കും സിൽവറും മിക്സ് ചെയ്തിട്ടുള്ള വാൾപേപ്പറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഫോയിൽ കർട്ടനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചും. പിന്നെ ഈ വാൾപേപ്പർ നല്ലതായതുകൊണ്ട് ആ ഷെയ്ഡ് അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വാൾപേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ ഗോൾഡിൻ്റെ ഫോയിൽ കർട്ടനോ അല്ലെങ്കിൽ സിൽവറിൻ്റെ ഫോയിൽ കർട്ടനോ വരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണത്. കുറച്ചുകൂടി ഒരു എടുപ്പുണ്ടാവും മാർച്ചിന്. ഇവിടെ ഇപ്പോൾ ടേബിൾ കവറായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, എൻ്റെ അടുത്തൊരു വൈറ്റ് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്തത്. ബെക്കയുടെ ബർത്ത്ഡേക്കും സെയിം ഈ വൈറ്റ് ബ്ലാങ്കറ്റ് തന്നെ ഞാൻ ഇട്ടത്. അപ്പം നിങ്ങളുടെ അടുത്ത് വൈറ്റ് ടേബിൾ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഞാൻ റണ്ണറായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ടേബിൾ റണ്ണറാണ് എടുത്തേക്കുന്നത്. ബെക്കയുടേന് ഞാനൊരു ബ്ലൂ ഷെയ്ഡിലുള്ള എടുത്തു. നമുക്ക് റണ്ണർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും 2 കളർ ഷെയ്ഡ് വരാണെങ്കിൽ കുറച്ചും കൂടി എടുപ്പുണ്ടാവും. അത് കളർ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഏകദേശം നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ആ ബലൂണിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് റണ്ണറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോൾ ഉണ്ടെങ്കിൽ ഷോൾ മടക്കിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കളർ പേപ്പർ കട്ട് ചെയ്തിട്ടായാലും നമുക്ക് ഇടാവുന്നതാണ്. ടേബിളൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഭാവന അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ശരിക്കും എൻ്റെ അടുത്ത് ലൂക്ക് എന്ന് എഴുതിയ ഈ മരത്തിൻ്റെ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ബർത്ത്ഡേക്കും ഏത് കളറാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കളർ പെയിൻ്റ് അങ്ങ് അടിക്കും. പക്ഷേ ഈ തവണ ഞാനത് വെക്കാൻ മറന്നുപോയി. ഈ ബ്ലാക്കും ഗോൾഡും പെയിൻ്റ് അടിച്ച് ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോൻ്റെ തിരക്കിൽ ആ ലെറ്റർ എടുത്ത് വെക്കാൻ മറന്നുപോയി. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഞാൻ എപ്പോഴും ലൂക്കാച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ച ലെറ്റേഴ്സാണത്. അത് പക്ഷേ ഓരോ ബർത്ത്ഡേക്ക് ആ കളർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. കേക്കിൻ്റെ ടോപ്പറിലുള്ള റൈറ്റിങ് ഞാൻ eBay നിന്ന് ഓർഡർ ചെയ്തതാണ്. ഹാപ്പി 5th ബർത്ത്ഡേ ലൂക്ക് എന്നും പറഞ്ഞിട്ട്. അതെപ്പോഴും ഞാൻ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ടോപ്പർ അങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ കപ്പ് കേക്കിൻ്റെ നമുക്കിപ്പോൾ ബേക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് ചുമ്മാ പ്ലെയിൻ കപ്പ് കേക്ക് വാങ്ങാൻ മാച്ചിങ് ആയിട്ടുള്ള കപ്പ് കേക്ക് കവർ വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങുക. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കപ്പ് കേക്ക് സെറ്റാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല.
ഇതിപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.